സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ചീഫ് ഇലക്ടറൽ ഓഫീസർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. BLOമാർക്ക് ഫോമിൽ എന്തെഴുതണം എന്നതിനെക്കുറിച്ച് അജ്ഞതയുണ്ടെന്നും വേണ്ടത്ര പരിശീലനം നൽകിയിട്ടില്ലെന്നും കോൺഗ്രസ് വിമർശിച്ചു. BLOമാർക്ക് മാനുഷിക പരിഗണന പോലും നൽകാതെ അടിച്ചേൽപ്പിക്കുന്ന രീതിയോട് യോജിക്കാനാകില്ല എന്ന് CPM വ്യക്തമാക്കി. രാഷ്ട്രീയ താൽപര്യം സംരക്ഷിക്കാൻ സർവീസ് സംഘടനകളെ ഉപയോഗിച്ച് SIR അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് BJP ആരോപിച്ചു. BLOമാർക്ക് കണ്ടെത്താനാകാത്ത വോട്ടർമാരുടെ പട്ടിക രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പ്രതികരിച്ചു. ഞങ്ങൾ പല BLOമാരുമായും സംസാരിച്ചപ്പോൾ എന്യൂമറേഷൻ ഫാറം വിതരണം നടത്തി. കുറേയൊക്കെ അത് തിരികെ ലഭിച്ചപ്പോൾ അതിനകത്ത് ഫസ്റ്റ് പോർഷൻ മാത്രമേ എൻട്രി ചെയ്തിട്ടുള്ളൂ. പലർക്കും ഈ ഫോമിൽ എന്ത് എഴുതണമെന്നതിനെ സംബന്ധിച്ചുള്ള അജ്ഞതയുണ്ട്. മാത്രമല്ല, വളരെ നാമമാത്രമായ അപേക്ഷകൾ മാത്രമാണ് പൂർണ്ണമായും മടക്കി കിട്ടിയത്. ആ മടക്കി കിട്ടിയ അപേക്ഷകൾ BLOയുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല. സൈറ്റ് ജാമാണ്. അത് സിഇഒയുടെ ശ്രദ്ധയിൽപ്പെട്ടോ എന്ന് സംശയമാണ്. 5ഓളം BLOമാർ ജോലിയിൽ വ്യാപൃതരായിരിക്കെ കുഴഞ്ഞു വീണു. പിന്നെ നൂറുകണക്കിന് BLOമാരുടെ പ്രതികരണങ്ങൾ കാണാൻ സാധിച്ചു. ഒരു ഇളവുമില്ലാതെ ഇത് അടിച്ചേൽപ്പിക്കുന്ന രീതി അല്ലേ, മാനുഷികമായ പരിഗണന പോലും നൽകാതെ ഇത് അടിച്ചേൽപ്പിക്കുന്ന രീതിയോട് ഒരു കാരണവശാലും യോജിക്കാനാവില്ല. ഈ രാഷ്ട്രീയ താൽപര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സർവീസ് സംഘടനകളെ ഉപയോഗിച്ച് SIR അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. അതാണ് ഗൗരവമായിട്ട് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സംഭവത്തിന്റെ പേരിൽ സർവീസ് സംഘടനകളെ രംഗത്തിറക്കി ഈ രീതിയിലുള്ള ഇലക്ഷൻ കമ്മീഷനെതിരെ എതിരെ തിരിക്കുകയും ജനങ്ങളെ ഇലക്ഷൻ കമ്മീഷനെതിരെ തിരിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല, അത് അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിക്കും. എല്ലാ എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സ് കേരളത്തിലുള്ള എല്ലാവരും നമ്മൾ ലിസ്റ്റിൽ കൊണ്ടുവരും. അത് സാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി ഇലക്ഷൻ കമ്മീഷണർ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. നമ്മൾ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സാറുടെ ശ്രദ്ധയിൽ ആരെങ്കിലും ഇങ്ങനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ ലിസ്റ്റ് പ്ലീസ് തരണം. അത് നമ്മൾ തീർച്ചയായിട്ടും അത് പരിഹരിക്കും. ഇങ്ങനെ എല്ലാ ആൾക്കാരെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ അവർ മൊത്തം എക്സസൈസ് ചെയ്യുന്നത്. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷിജോ, നമുക്കറിയാം പലതരത്തിലുള്ള പ്രതിസന്ധികൾ BLOമാർ നേരിടുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും കൃത്യമായി പരിശീലനം ഒന്നും നൽകാതെ ഈ രംഗത്തേക്ക് വരേണ്ടി വന്ന ആളുകൾ തന്നെയാണ്. അതിൻ്റെതായ സമ്മർദ്ദം അവർ അനുഭവിക്കുന്നുമുണ്ട്. ഇന്നത്തെ രത്തൻ ഖേൽക്കർ വിളിച്ച ഈ യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇതൊക്കെ അറിയിച്ചിട്ടുണ്ടോ? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം? അമൃത, സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്യൂമറേഷൻ ഫോമിന്റെ വിതരണമടക്കം 99.5% വരെ പൂർത്തിയായി എന്നുള്ള കാര്യമാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ ഖേൽക്കർ ഈ പറയുന്ന വാർത്താ സമ്മേളനത്തിലൊക്കെ അറിയിക്കുകയും ചെയ്തത്. ഇന്നും അദ്ദേഹം അത് പറയുകയും ചെയ്തു. അപ്പോഴും ഈ എന്യൂമറേഷൻ ഫോം വിതരണവും അത് തിരികെ വാങ്ങുന്ന നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തെ BLOമാർ, ബൂത്ത് ലെവൽ ഓഫീസർമാർ വലിയ തരത്തിലുള്ള സമ്മർദ്ദം നേരിടുന്നുണ്ട് എന്നുള്ള കാര്യമാണ് കോൺഗ്രസും ഈ പറയുന്ന CPMഉം CPIയും കേരള കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കം രാഷ്ട്രീയ പാർട്ടികൾ ഈ പറയുന്ന യോഗത്തിൽ ഉന്നയിച്ചത്. BLOമാർക്ക് കൃത്യമായിട്ടുള്ള പരിശീലനം നൽകിയിട്ടില്ല. പല BLOമാരും രാത്രി പോലും ഉറങ്ങുന്നില്ല. അവർ വലിയ തരത്തിലുള്ള മാനസിക പ്രയാസം നേരിടുന്നുണ്ട്. അവർക്ക് മേൽ വലിയ തരത്തിലുള്ള സമ്മർദ്ദമുണ്ട് എന്നുള്ള കാര്യമൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഈ യോഗത്തിൽ അറിയിച്ചത്. പ്രത്യേകിച്ച് കണ്ണൂരിലെ അനീഷ് ജോർജിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചിരുന്നു. അതൊരു ആകസ്മികമായ മരണമല്ല, അസ്വാഭാവികമായിട്ടുള്ള മരണം തന്നെയാണ്. വലിയ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ പോയൊരു മരണമാണ്. അതുകൊണ്ടാണ് മരണം സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളാണ്, അങ്ങനെ വിമർശനമാണ് യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചത്. അതേസമയം BJP പറയുന്നത് മരണം അത് അങ്ങേറ്റം ദുഃഖകരമാണ്, BLOമാർക്ക് കൃത്യമായ പരിശീലനം നൽകിയിട്ടില്ല എന്ന കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്നു. പക്ഷേ അപ്പോഴും ഈ പറയുന്ന സർവീസ് സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം ചില കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവ്വം നടക്കുന്നുണ്ടെന്നുള്ള വിമർശനമാണ് BJP ഉന്നയിച്ചത്. മുസ്ലിം ലീഗ് പ്രതിനിധി പറഞ്ഞത് പ്രവാസി വോട്ടർമാരുടെ കാര്യത്തിലടക്കം അങ്ങ് വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളുടെ കാര്യത്തിനകത്ത് പോലും വലിയ ആശങ്കയുണ്ട്. അവർക്ക് ഇത് ഇപ്പോഴും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവരുടെ കാര്യത്തിനകത്ത് പോലും കൃത്യമായിട്ടുള്ള ഇടപെടൽ വോട്ടർ ഈ പറയുന്ന ചീഫ് ഇലക്ടറൽ ഓഫീസർ നടത്തിയിട്ടില്ല. അപ്പോൾ അത് ആശങ്കയൊക്കെ പരിഹരിക്കേണ്ടതാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അറിയിച്ചത്. അതിനും അപ്പുറത്തേക്ക് ഈ പറയുന്ന ഡിസംബർ 9 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയും ഫെബ്രുവരി മാസം 7 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാനത്ത് ഇതുവരെ 99.5% എന്യൂമറേഷൻ ഫോമിന്റെ വിതരണം പൂർത്തിയായി. അതിനകത്ത് 26 ലക്ഷത്തോളം എന്യൂമറേഷൻ ഫോം BLOമാർ ഡിജിറ്റലൈസ് ചെയ്തു എന്നൊരു കണക്ക് കൂടി അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ എന്തായാലും സംസ്ഥാനത്ത് ഈ ഫോം വിതരണം ചെയ്യാൻ കഴിയാത്ത, കണ്ടെത്താനാകാത്ത ആളുകൾ, മരിച്ചുപോയ ആളുകൾ, വീട് മാറിയ ആളുകൾ, അങ്ങനെ ഏതാണ്ട്
ഏതാണ്ട് 1,20,000 ആളുകളുണ്ട്. വരും ദിവസങ്ങളിൽ BLAമാരുമായി കൂടിയാലോചിച്ച് രാഷ്ട്രീയ പാർട്ടികളുമായി കൂടിയാലോചിച്ചുകൊണ്ട് ഈ കണ്ടെത്താൻ കഴിയാത്ത ആളുകളെ കണ്ടെത്തുകയും ചെയ്യും. മറ്റ് നടപടിക്രമങ്ങൾ വളരെ സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കും എന്നൊരു കാര്യം കൂടിയാണ് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടി യോഗത്തിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ അറിയിച്ചത്. അമൃത. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.